ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിന് പോസിറ്റീവ് ആയിട്ടുള്ള കമൻസും ഉണ്ടായിരുന്നു. കുറേ പേര് ഭയങ്കര നെഗറ്റീവായിട്ട് പറയും, എന്തിനാണ് ഈ നശിച്ച കേരളത്തിലേക്ക് വരുന്നത്, അങ്ങനെ അങ്ങനെ പറയാനാണെങ്കിൽ ഡിവോഴ്സായി കാണും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. എല്ലാ കമൻസ് വായിക്കാം, അതിനുള്ള റിപ്ലൈ, കമൻറ്റ് ഇട്ടവർക്കുള്ള റിപ്ലൈ കൊടുക്കാനാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. സാന ഷാഹാൻ അങ്ങനെ ഒരു ലേഡി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വട്ടാണ്, അല്ല ചോദിച്ചിട്ടല്ല പറഞ്ഞ്, അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് നടത്തിയേക്കാണ്, നിങ്ങൾക്ക് വട്ടാണ് ഇവിടേക്ക് വരാൻ എന്ന്. അപ്പോൾ അവരോടൊക്കെ എന്ത് പറയാനാണ്, എനിക്ക് ഓൾറെഡി വട്ടാണെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ശരിയാണ്, എനിക്ക് ചെറിയൊരു വട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ അത്രയും അവിടെ എന്താ പറയുക, ചിലരുടെ വാക്കുകൾ പറഞ്ഞാൽ ഹെവനാണ് UK, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ഒരു നശിച്ച കേരളത്തിലേക്ക് വരുമോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 34 വർഷം ഞാൻ ഇവിടെയാണ്, UK ഇവിടെയാണ് ജീവിച്ചത്. ഇവിടുത്തെ കുറവുകളും ഉണ്ട്, നന്മകളും ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം അനുഭവിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കരിയറിലാവുകയും പിന്നെ അത്യാവശ്യം സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ താമസിച്ചപ്പോഴും ജീവിച്ചു പോകുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല. ഇത് അത്ര നശിച്ച കേരളമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളിവിടെ വന്നു, ഇവിടെ ഇത് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. UK നമ്മൾ 4 വർഷം അവിടെ നിന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് കൊതുക്, ഇപ്പം തന്നെ ഞാൻ ഈ ലൊക്കേഷൻ 2 തവണ ഞാനിപ്പോൾ അവിടെ മരത്തിൻ്റെ അവിടെ നിന്ന് മാറാൻ തന്നെ കാരണം കൊതുക് കടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതൊന്നും അവിടെ ഇല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആപ്പിൾ മേടിക്കുമ്പോൾ അന്യായ വില കൊടുത്ത ആപ്പിൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അതൊക്കെ പലതും കേടാണ്. അവിടെയൊക്കെ നല്ല ഫ്രൂട്ട്സ് കിട്ടും. നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ക്രൗഡഡ് അല്ല. ലൈക്ക് ഇപ്പോൾ ലുലു മോളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലിഫ്റ്റിൽ കയറണമെങ്കിൽ, ഈ പ്രാം വെച്ചിട്ട് ലിഫ്റ്റിൽ കയറണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും? ഒരു 4 തവണ ലിഫ്റ്റ് പോയി അപ്പ് ആൻഡ് ഡൗൺ പോയി കഴിഞ്ഞാലാണ് നമുക്കൊന്ന് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ മുകളിലേക്ക് പോകുന്ന ലിഫ്റ്റിലേക്ക് ഇടിച്ച് കയറി പിന്നെ താഴേക്ക് അതിൽ വരണം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളുണ്ട് നമ്മൾ പ്രത്യേകിച്ച് എബ്രോഡ് താമസിച്ചിട്ട് ഇവിടെ വരുമ്പോൾ. പക്ഷെ അത് ആ രാജ്യത്തും അവിടുത്തെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ അവിടെ തണുപ്പായിട്ട് സമ്മറിലും ഒക്കെ നല്ലൊരു വെതറാണ്. പക്ഷെ വിൻ്ററിൽ അവിടെ നിൽക്കുന്ന പലർക്കും ഡിപ്രഷനും മറ്റ് പല കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഒരു ഡിപ്രഷൻ പോലെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ സങ്കടം വരും, കാരണം മുന്നോട്ട് നോക്കുമ്പോൾ എനിക്കൊരു ഫ്യൂച്ചർ തോന്നുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് ഇപ്പോൾ അവിടെ പല ഇപ്പോൾ കെയറായിട്ടോ ഒക്കെ അങ്ങനെ കയറാം. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്കൊരു സന്തോഷം തരുന്ന കാര്യം ഇവിടെ തിരിച്ച് നാട്ടിൽ വരുന്നത്, എൻ്റെ പപ്പയും മമ്മീനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേരൻസിൻ്റെ കൂടെ നിൽക്കാൻ, എൻ്റെ മദർ ഇൻ ലോ ആൻഡ് ഫാദർ ഇൻ ലോ ഒന്നും വലിയ പ്രശ്നക്കാരല്ല, അവരുടെ കൂടെ നിൽക്കുന്നതിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ 24 മണിക്കൂറും നിൽക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പരസ്പരം വിശ്വാസവും സ്നേഹവും ബഹുമാനവും ഒന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, ഇപ്പോൾ കുറച്ച് നാൾ ഇവിടെ നിന്നു എന്ന് വെച്ചൊന്നും പറ്റില്ല. രഞ്ജിത്ത് സിംഗപ്പൂരായിരുന്ന സമയത്ത് ഞാൻ 2 വർഷം കഴിഞ്ഞ് എൻ്റെ മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ സംഭവിക്കും അല്ലേ. നമ്മൾ ഒന്നും വേണ്ടാന്നൊന്നും വെക്കേണ്ട, ഒരു ചെറിയ ലൈഫാണ്. കൂടി വന്നാൽ ഞാനൊക്കെ ഇനി ഒരു 10-20 വർഷം ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ ജീവിക്കും. അപ്പോൾ ആ ഒരു 20 വർഷത്തിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു യൂസർ YK5LV8I സംതിങ് അങ്ങനെ ഒരു പേരുള്ള ഒരു യൂസർ ചോദിച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ വ്ളോഗ് കണ്ട ഒരു ആരാന്ന് എനിക്കറിയില്ല, ലേഡിയാണോ, മേ ബി ലേഡി ആയിരിക്കാം. ആ കമൻറ്റ് വായിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അവർ ചോദിച്ചേക്കണേ, ഇതെന്താ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണോ? വൺ ഓഫ് ദ ഫ്യൂ റീസൺസ് വൈ മെനി വുമൺ പ്രിഫർ ടു ലീവ് ഇൻ എ ഫോറിൻ ലാൻഡ്. അതായത് ആ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ പറയാം. അതിൽ നമ്മൾ അച്ഛൻ്റെ പിറന്നാളായതുകൊണ്ട് സദ്യ പുറത്തുനിന്ന് വരുത്തിയിട്ട് വീട്ടിൽ വിളമ്പി കൊടുക്കുന്ന ഒരു ഷോട്ടാണ് ഞാൻ എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ ലേഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലേഡിയോ ആരും ആയിക്കോട്ടെ, ആ ആൾ വിചാരിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ പോലെ 24 മണിക്കൂറും അടുക്കളയിൽ ജീവിക്കുന്ന ആൾക്കാർ ആണ് എന്നായിരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ മദർ ഇൻ ലോ യൂണിവേഴ്സിറ്റി എൻജിനീയറായിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്.
എൻ്റെ ഫാദർ ഇൻ ലോ ആണെങ്കിലും പിന്നെ ഷിപ്പ് യാർഡിലെ എൻജിനീയറായിരുന്നു. അപ്പോൾ അവരൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോബിന് പോയിട്ട് വൈകിട്ട് സമാധാനപരമായി സന്തോഷപരമായിട്ട് ജീവിക്കുന്നൊരു ഫാമിലിയാണ്. പിന്നെ ഫോറിൻ ലാൻഡിലാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഇലയിൽ കയറി ഇരിക്കത്തില്ല. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇല ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം അതിലേക്ക് വിളമ്പണം അല്ലേ. നമ്മുടെ ഒരു കൾച്ചറുണ്ടല്ലോ, അത് നമുക്ക് കൈവിടാൻ പറ്റില്ല. പിറന്നാൾ ആഘോഷിക്കുന്ന അച്ഛന് സദ്യ വിളമ്പി കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അഖിൽ തോമസ് ടി എഴുതിയിട്ടുണ്ട്, ഐ തിങ്ക് യു ആർ പ്ലാനിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബിഗ് ബോസ്. തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ല. പിന്നെ എൻ്റെ ഇളയ മോൻ ഭയങ്കര അറ്റാച്ച്ഡാണ്. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയാൽ പോലും അവൻ അമ്മ അമ്മ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. അപ്പോൾ അതിൽ അവന് സ്കൂളിലൊക്കെ അഡ്മിഷൻ ആക്കിയതിന് ശേഷം, ഇപ്പോൾ പ്ലേ സ്കൂളിൽ വിടേണ്ട സമയമായി, അവന് സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന്. പക്ഷെ അതിനൊക്കെ ഭയങ്കര തൊലിക്കട്ടി വേണം, അല്ല മനസ്സിന് നല്ല ഒരു ശക്തി വേണം. എനിക്ക് അത്രയൊന്നും ശക്തിയില്ല. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് കരയും. തൽക്കാലം എനിക്കിപ്പോൾ ബിഗ് ബോസിൽ പോകാൻ പ്ലാനൊന്നും ഇല്ല. പിന്നെ തോമസ് ജേക്കബ് എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിരിക്കുന്നത്, ഡോണ്ട് എക്സ്പ്ലെയിൻ ഓൾ ട്രാവൽ എക്സ്പീരിയൻസസ്, കം ടു ദ പോയിന്റ് വൈ യു ലെഫ്റ്റ്, everyone know all what you are talking like a first time traveler, boring. ഞാൻ വിചാരിക്കുന്നില്ല ഹീത്രോ എയർപോർട്ടിൽ നിന്ന് ഖത്തർ വഴി പിന്നെ കൊച്ചിയിലേക്ക് വരുന്ന ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഇവിടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല സുഹൃത്തെ. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ട്രാവലർ പോലെയാണ് സംസാരിച്ചത്, അത് നല്ല കാര്യം. അപ്പോൾ നമ്മുടെ ഓരോ യാത്രയും നമുക്ക് അനുഭവമാണ്. ആ അനുഭവമാണ് നമ്മൾ വ്ളോഗിൽ കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഫസ്റ്റ് ടൈം അല്ലല്ലോ, ഞാൻ UK അങ്ങോട്ട് പോയതാണല്ലോ. അതുമാത്രമല്ല, ഞാൻ 2009 കല്യാണം കഴിഞ്ഞ് സിംഗപ്പൂരായിരുന്നു. 2 വർഷം സിംഗപ്പൂർ താമസിച്ചു. അതുകൂടാതെ പിന്നെ ഞാൻ ഹോങ്കോങ്ങിൽ പോയിട്ടുണ്ട്, ബാലിയിൽ പോയിട്ടുണ്ട്, ഫുക്കറ്റിൽ പോയിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ UK മാത്രമല്ല പോയിട്ടുള്ളത്. പിന്നെ തമാശയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒരു രസമല്ലേ. ഈ ഒരു വ്ളോഗ് അതിൻ്റേതായിട്ടുള്ള സെൻസിൽ എടുക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നിയതിൽ സോറി. അല്ല ഇപ്പം ഞാൻ ഇപ്പം എന്ത് പറയാനാണ്. പിന്നെ ഒരു റോബ്ലോക്സ് OPT എന്ന് പറയുന്ന ഒരു ആൾ ചോദിച്ചിട്ടുണ്ട്, PR എടുത്തിട്ട് പോകാൻ പാടില്ലായിരുന്നോ? PR നമുക്ക് ഇപ്പം രഞ്ജിത്തിൻ്റെ വിസ എങ്ങനെയായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ അവിടെ നിന്ന്, 4 വർഷം ഞങ്ങൾ അവിടെ നിന്നെങ്കിൽ ആദ്യത്തെ ഒരു വർഷം നമ്മൾ അവിടെ നിന്നപ്പോൾ വേറെ ഏതോ ഒരു വിസയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇനി ഈ ഒരു 2 വർഷത്തെ വിസയാണ് ശരിക്കും PR-ൻ്റെ പ്രോസസ്സിലേക്ക് അത് കണക്കാക്കത്തുള്ളൂ. അപ്പം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ എംപ്ലോയി ആകുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ ഒരു ഇത് വെച്ചിട്ട് അവർക്ക് അവരുടെ എംപ്ലോയി എവിടെയും പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയൊക്കെയുള്ള പല പല വിസകളൊക്കെയാണ് തരുന്നത്. അപ്പോൾ എന്തായാലും പുതിയ നിയമം വന്നതോടുകൂടി ഇപ്പോൾ നമ്മൾ ആ ഒരു PR പ്രോസസ്സിലേക്കുള്ള 2 വർഷം കൗണ്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇനിയും 3 വർഷത്തോളം എന്തോ നിന്നാലാണ് PR കിട്ടുള്ളൂ. പിന്നെ PR കിട്ടിയ ഒരാളുടെ വൈഫിന് അവിടെ ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കണമെന്നില്ല. രഞ്ജിത്ത് അവിടെ നിൽക്കാനാണ് തീരുമാനിക്കണമെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. ബിന്ദു P നായർ പറഞ്ഞിട്ടുണ്ട്, UK ബെസ്റ്റാണ് എഡ്യൂക്കേഷൻ. എന്താ ഇതേക്കുന്ന ഒരു മിനിറ്റ്. UK ബെസ്റ്റാണ് എഡ്യൂക്കേഷൻ, UK വെരി ബെസ്റ്റാണ്, കുട്ടികൾക്ക് ബേസ് കിട്ടും, ഇവിടെ ബുദ്ധിമുട്ടാണ് ജോലിക്ക്. നമ്മളുടെ വിചാരം UK അടിപൊളിയാണെന്നൊക്കെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നല്ലതാണ്. പക്ഷെ അവിടെ തന്നെ നമുക്ക് പ്രൈവറ്റ് സ്കൂളും ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ സ്കൂളും ഉണ്ട്. ഗവൺമെൻറ് സ്കൂളും നമുക്ക് വളരെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മുടക്കണ്ട. അതായത് അവിടെ ലഞ്ചിന് ഡിന്നർ മണി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിന്നർ മണി മാത്രം കൊടുത്താൽ മതി. അതും എനിക്ക് തോന്നുന്നു 3rd സ്റ്റാൻഡേർഡ് വരെ എന്തോ ഫ്രീ ആണ്, ഫുഡും അവിടുന്ന് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മോൻ അവിടെ 6ാം ക്ലാസ് വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല സ്കൂളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ 7ാം ക്ലാസ്സിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ സെക്കൻഡറി സ്കൂളായി അവിടെ. അന്നേരത്ത് അവന് കിട്ടിയ സ്കൂള്, അവിടെയാണ് താമസിക്കുന്നത്, ആ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് പിന്നെ ഗവൺമെൻറ് നമുക്ക് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയ സ്കൂള് അത്ര നല്ല ഒന്നായിരുന്നില്ല. കൊച്ചി ഒട്ടും ഹാപ്പി ആയിരുന്നില്ല ആ സ്കൂളിൽ. വേ ഓഫ് ടീച്ചിങ് ആയിക്കോട്ടെ, കുട്ടികളുടെ ഒരു ബിഹേവിങ്, ഇപ്പം നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. വളരെ വഴക്കുണ്ടാക്കുന്ന കുട്ടികളുണ്ടാവാം,
പിന്നെ വാ തുറന്നു കഴിഞ്ഞാൽ ചീത്ത പറയുന്ന കുട്ടികളുണ്ടാവും. അതൊക്കെ വളരെ കൂടുതലാണ്. ഇവിടെ എന്തായാലും അവിടെ പറയുന്ന അത്രയും ചീത്ത വാക്കുകളൊന്നും ഇവിടുത്തെ കുട്ടികൾ പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ജയപ്രകാശ് എന്ന് പറയുന്ന ഒരാൾ, ദ ടോപ്പിക്സ് ഇൻ ദ വീഡിയോ സ്റ്റിക്ക് ഓൺ വാട്ട് യു ഹാവ് ടു സേ, ടെൽ ദ റീസൺ ടു ലീവ് ബ്രിട്ടീഷ്. നമുക്ക് ചില വീടുകളിൽ താമസിച്ച് കഴിയുമ്പം എന്തോ അയ്യോ ഇവിടെ ഒരു സുഖമില്ലല്ലോ എന്ന്, ചില വീടുകളിൽ താമസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് തോന്നും അല്ലേ. അപ്പോൾ അതുപോലെയായിരുന്നു എനിക്ക് യു കെയിൽ. ആദ്യത്തെ കുറച്ച് നാൾ ഒരു വണ്ടർലാൻഡിൽ പോയതുപോലെയായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് യു കെയിൽ പോയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനേ. അതുപോലെ എനിക്ക് ആ ഒരു സ്ഥലമൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് വെതർ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പ്രത്യേകിച്ച് വിൻ്റർ ആവുന്ന സമയത്തൊക്കെ കാലിങ്ങനെ നമുക്ക് സ്വെല്ലിങ് വരും. നമുക്ക് കാലൊക്കെ ഇങ്ങനെ നീര് വെച്ചിട്ട് പിന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ജോബിന് ഞാൻ ട്രൈ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷേ ജോബിന് പോകാനുള്ള ഒരു അവസരം കിട്ടിയില്ല. കാരണം രഞ്ജിത്ത് എപ്പോഴും ബിസി ആയിരുന്നു. അപ്പോൾ രഞ്ജിത്ത് എന്ത് ചെയ്താൽ എന്നെ ജോബിന് പോകാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെന്ന് ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആയി, ഉടനെ തന്നെ കൊച്ചായി. അപ്പം പിന്നെ എനിക്ക് അങ്ങനെ ഒരു പോകാൻ പറ്റിയില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും കേട്ടോ, ഞാനിപ്പോൾ ജോലിക്ക് പോയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് അത്ര ബോറടിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതും ഒരു കാരണമാണ്. ഒരു ലേഡി ഇട്ടിരിക്കുകയാണ് കുട്ടികളുടെ നാശം തുടങ്ങിയെന്ന്. അതെന്താ അപ്പോൾ കേരളത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക, നാശത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അത്ര പൊട്ട സ്കൂളിംഗ് ആണോ ഇവിടെ? ഒരിക്കലും അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. മേ ബി അവർ ഉദ്ദേശിച്ചത് എനിക്ക് കുറച്ചുകൂടി എൻ്റെ കുട്ടികൾക്ക് യു കെയിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയാൽ, നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടിയാൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നല്ല സ്കൂളുകളുണ്ട്, ഈ പറയുന്ന പോലെ അത്ര നല്ലതല്ലാത്ത സ്കൂളുകളും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിൽ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. കുറേ പേര് പോസിറ്റീവായിട്ടുള്ള കമൻസും പറഞ്ഞിട്ടുണ്ട്. ജനിച്ച മണ്ണിലേക്ക് സ്വാഗതം, വളരെ നല്ല ഡിസിഷൻ, നീക്ക് കൂടുതൽ ചാൻസ് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നല്ലതായിട്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. പിന്നെ നെഗറ്റീവ് കമൻസ് ഇട്ടവരോട് ഞാൻ ഈ റിപ്ലൈ കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ആ ഒരു തോട്ട് അല്ലെങ്കിൽ അവരുടെ അറിവ് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെയല്ല. ഒറ്റയ്ക്ക് വരാനുള്ള തീരുമാനം എടുക്കാനുള്ള കാരണങ്ങൾ, ഒന്ന് എൻ്റെ പേരൻസിനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെൻ്റലി ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു, കുറച്ചൊരു ഡിപ്രഷൻ പോലെ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ നല്ല മുല്ലപ്പൂവിൻ്റെ മണം, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ നാടിൻ്റെ ഒരു മണം. അപ്പം ഞാനങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇവിടെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ മണമായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്, പ്ലാസ്റ്റിക് കത്തിക്കുന്ന മണം വരുന്നതിനേക്കാൾ മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു നല്ല ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ നടക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസലൊന്നും ഭയങ്കര മോശമാണ് നമ്മുടെ. അവിടെ യു കെയിൽ അതൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അവിടെ പഠിച്ച നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് ചെറുതായിട്ടെങ്കിലും എൻ്റെ ലൈഫിൽ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പം ഞങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒരു ഗ്രീൻ ഹൗസൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അവിടെ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഞാനൊരു പഴയ നാട്ടിൻപുറത്തുകാരിയാണ്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്കെന്തോ ഇവിടെയാണ് ഭയങ്കര ഇഷ്ടം. ഈ നാളെ എൻ്റെ ഹസ്ബൻഡ് പറയാണ്, മതി നിങ്ങളിവിടെ നിന്നത്, ഇനി തിരിച്ച് യു കെയിലേക്ക് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് പോകും. കാരണം നമുക്ക് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ 4 വർഷമായിട്ട് അവിടെ നിന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നാൾ രഞ്ജിത്ത് പറഞ്ഞു, ഓക്കെ ഇനി നിങ്ങൾ നിന്നോ, ഇവിടെ ഒരു 6 മാസം നിന്ന് നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് ചെന്നോളാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ രഞ്ജിത്ത് പറഞ്ഞെങ്കിലും തിരിച്ച് ഞാനൊരു വർഷത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ഇനി കുറച്ച് നാൾ ഇവിടെ നിൽക്കാം. ഒരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.